ട്രൂ ഇവൻസിനെ ബേസ് ചെയ്തിട്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് സോഷ്യൽ ഇഷ്യൂസിലേക്ക് വിരൽ ചൂണ്ടുന്നൊരു സിനിമ കൂടിയായിരിക്കും ധീരം എന്ന സിനിമ. നമ്മൾ ചിലപ്പോൾ ഈ സിനിമ കാണുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇങ്ങനൊരു ഇൻസിഡൻറ്റിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് ചിലപ്പം തോന്നിയേക്കാം. എന്നാൽ ആ ഇൻസിഡൻറ്റിൻ്റെ കഥയല്ല, പക്ഷേ അങ്ങനെയുള്ള കുറച്ച് സോഷ്യൽ ഇഷ്യൂസ്, പ്രത്യേകിച്ച് ഇന്നത്തെ യുവാക്കളുടെ ഇടയിൽ നമ്മൾ പലപ്പോഴും ഓൺലൈനിലും ന്യൂസിലും ഒക്കെ കാണുന്ന ഒരുപാട് കാര്യങ്ങളെ റെഫർ ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ് ധീരം. ടീം നമ്മുടെ കൂടെ ഉണ്ട്. ഇന്ദ്രജിത്ത്, ദിവ്യാപിള്ള, സാഗർ. ഹായ്. വീണ്ടും ഒരു പോലീസ് സ്റ്റേഷനാണ്, അതിന്റെ ഗൗരവമാണ് ഇപ്പൊ. ഭയങ്കര ഗൗരവം. ഞാൻ വന്നപ്പോ തൊട്ട് ഒന്ന് ചിരിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ 2 വർഷം നോക്കി ചിരിച്ചു, എന്നെ നോക്കുന്നില്ല. സോ വീണ്ടും ഒരു പോലീസ് റോളിലേക്ക് വരുമ്പോ ഇതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എന്താ? എക്സൈറ്റഡ് ആണ്. കാരണം പോലീസ് വേഷങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് സിനിമകളെ വ്യത്യസ്തമാക്കുന്ന അതിന്റെ സബ്ജക്റ്റും അതിന്റെ കഥാപാത്രങ്ങളും കഥാമുഹൂർത്തങ്ങളും ഒക്കെ ആണല്ലോ. അപ്പോൾ ആ രീതിയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ആയിരിക്കും ധീരം. ഇത് വെറുതെ എല്ലാവരും പറയുന്ന പോലെ പറയുന്നതല്ല. ഞാൻ പ്രത്യേകിച്ച് ഒരുപാട് പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് തൽക്കാലം പോലീസ് വേഷങ്ങളിൽ നിന്ന് മാറി നിൽക്കാം എന്ന് വിചാരിച്ച സമയത്താണ് ഈ ഒരു സബ്ജക്ട് കേൾക്കുന്നത്. എപ്പോഴും ഇപ്പൊ എല്ലാ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലേഴ്സ് എടുത്താലും ഒരു കോമൺ ടെംപ്ലേറ്റ് തന്നെ ഉണ്ടാവും. കാരണം ഇപ്പോൾ സീരിയൽ മർഡർ എന്ന് പറയുമ്പോൾ ഒരു സിറ്റിയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ബാക്ക് ടു ബാക്ക് മർഡേഴ്സ് നടക്കുന്നു, പാരലലി ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു. അങ്ങനെ ഒരു ടെംപ്ലേറ്റ് ഈ സിനിമയ്ക്കുണ്ട്. പക്ഷെ അതിനെ വ്യത്യസ്തമാക്കുന്നത്, ധീരത്തിനെ വ്യത്യസ്തമാക്കുന്നത് ഇത് പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി, ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സ് പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി വളരെ ഡിഫറെന്റ് ആണ്. ഇതിനു മുമ്പ് അങ്ങനെ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ലാത്ത ഒരു രീതിയിലാണ് ഓരോ ക്രൈം സ്പോട്ടിലുമുള്ള ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സ് വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്. വിഷ്വൽ പാറ്റേൺ വളരെ ഡിഫറെന്റ് ആണ്. പിന്നെ ഇതിന്റെ ഒരു ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അധികം ഇതിനു മുമ്പ് അങ്ങനെ നമ്മൾ കേട്ട് മറന്ന കഥകളൊന്നും ഓർമ്മ വരാത്ത രീതിയിൽ ഒരു പുതിയ സാധനമാണ് ഇതിന്റെ ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചോളം ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആണ് ഈ സിനിമയിൽ. ഒരുപാട് സ്ട്രോങ് ഇന്റൻസ് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉള്ള സിനിമയാണ്. ഇത് അവരുടെ കഥ പറയുന്ന ഒരു സിനിമയാണ്. അപ്പം ദിവ്യ മാത്രമല്ല, റബ, അതുപോലെ അവന്തിക, അഷിക, അങ്ങനെ ഒരുപാട്, പിന്നെ പേരെടുത്ത് പറയാൻ പറ്റാത്ത ചിലരും ഉണ്ട്. സർപ്രൈസ് എലിമെന്റ് പോലെ വരുന്ന ചില ആക്ടേഴ്സും ഉണ്ട്. അപ്പൊ ഒരുപാട് സ്ട്രോങ് ഇന്റൻസ് ഡീപ്പ് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉള്ള ഒരു സിനിമ കൂടിയാണ് ധീരം. അപ്പൊ എനിക്ക് തോന്നുന്നില്ല ഇതിനു മുമ്പ് അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറിൽ ഇത്രയധികം ഫീമെയിൽ ക്യാരക്ടേഴ്സ് വരുന്ന ഒരു സിനിമ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. അത് ബാക്ക് സ്റ്റോറിയിൽ മാത്രമല്ല, പ്രസന്റിലും ബാക്ക് സ്റ്റോറിയിലും ഒക്കെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉള്ള സിനിമ കൂടിയാണ് ധീരം. അതൊരു ക്യൂരിയസ് പോയിന്റ് ആണ്, ഈ ഇന്റൻസ് ആയ ഫീമെയിൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ. ദിവ്യക്ക് ഇതിന്റെ ഒരു രസം എന്തായിരുന്നു? Playing a police officer, like to be in the uniform, and അപ്പോൾ ആ ഒരു വേറെ ഒരു സ്റ്റൈലാണല്ലോ സാധാരണ, ലൈക്ക് ഗേൾ നെക്സ്റ്റ് ഡോർ അല്ലെങ്കിൽ ഒരു അമ്മ അല്ലെങ്കിൽ ഒരു ആ ഒരു ഇമോഷൻ വിട്ടിട്ട് ലൈക്ക് ഇറ്റ്സ് എ ഡിഫറെൻറ്റ്. It was a little tough for me to do because sometimes you have to be emotionless and you're because നമ്മൾ information pass ചെയ്യും, just passing an information. So what is your face expression at that time? Sometimes it can be very bland, but at the same time it has to have that intensity, it has to have that curiousness. അപ്പോൾ ആ ഒരു ബാലൻസ് കിട്ടാനായിട്ട് sometimes it was a bit tricky for me, but I enjoyed the whole process. So I always എനിക്ക് ഒരു പോലീസ് ഓഫീസർ പ്ലേ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം മാസ്റ്റർ പീസ് ചെയ്തതിന് ശേഷം എനിക്ക് എപ്പോഴും മനസ്സിൽ കിടക്കുന്ന ഒരു ആഗ്രഹമായിരുന്നു. ത്രൂ ധീരം ഐ ഗോട്ട് ദാറ്റ്. പിന്നെ ഈ ചേട്ടൻ നേരെ പറഞ്ഞ പോലെ ഇതിലെ കഥയാണ് നമ്മളെയൊക്കെ ബുക്ക് ചെയ്തേക്കുന്നത് ഈ സിനിമ ചെയ്യാനായിട്ട്. മോർ ദാൻ ദ ക്യാരക്ടർ, ഇറ്റ് വാസ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആൻഡ് ഓൾ ദാറ്റ് സ്റ്റഫ്, ആൻഡ് ബീയിങ് എ പാർട്ട് ഓഫ് ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. നമ്മൾ ഒരുപാട് ഈ സ്ത്രീ കഥാപാത്രങ്ങളായ പോലീസുകാരെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് വരുമ്പം ഒന്ന് മാറ്റി പിടിക്കുക അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് കൊണ്ടുവരിക, അതിനുള്ളൊരു ശ്രമം എങ്ങനെയായിരുന്നു? Honestly, ഇതിനകത്ത് ഐ എം പ്ലേയിങ് എ വെരി ലൈക്ക് ഇറ്റ്സ് എ അങ്ങനെ സ്പെഷ്യലായിട്ട് ചെയ്യാനോ അങ്ങനത്തെ ഒരു പോലീസ് വേഷം, ബിക്കോസ് ഇൻ ദിസ് ദർ സോ മെനി ക്യാരക്ടേഴ്സ്, സോ മെനി എന്താ പറയുക, കഥകൾ കുറേ ഉണ്ട് ഇതിൽ. അപ്പം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫോക്കസിങ് ഓൺ ദി ഇൻവെസ്റ്റിഗേഷൻ പാർട്ട്, ഇറ്റ്സ് ഫോക്കസിങ് ഓൺ ദെയർ ബാക്ക് സ്റ്റോറി. കുറേ ഉണ്ട് അതിൽ. അപ്പം എങ്ങനെയാണ് അതിപ്പോൾ ഫുള്ളായിട്ട് പറയുന്നത്? ഒറിജിനാലിറ്റി അതാണ്. റിയലിസ്റ്റിക് ആയിട്ട് പറഞ്ഞു പോകുന്ന മാക്സിമം റിയലിസ്റ്റിക് ആക്കാനാണ് നോക്കിയിട്ടുള്ളത്. നമ്മളങ്ങനെ പലപ്പോഴും ചില സിനിമകൾ നമ്മൾ പോലീസ് കഥാപാത്രങ്ങൾ കാണുമ്പോൾ കുറച്ച് ഓവർ ദ ടോപ്പ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്, കുറച്ച് കാരിക്കേച്ചറിഷ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു സാധനം അതിനകത്തില്ല. ഈ സിനിമ പറഞ്ഞു പോയിരിക്കുന്ന രീതി തന്നെ വളരെ എസ്തെറ്റിക്കലി ഒറിജിനൽ ആയിട്ടാണ് പറഞ്ഞു പോയിരിക്കുന്നത്. അത് തന്നെ അങ്ങനെ തന്നെയാണ് കഥാപാത്രങ്ങളും പെർഫോമൻസസും ഒക്കെ മാക്സിമം നമ്മൾ റിയൽ ആയിട്ട് തന്നെയാണ്. അപ്പം അങ്ങനെ ഒറ്റയ്ക്കുള്ള സീനുകളില്ല. ഇപ്പം ഞാനും
ദിവ്യയും നിഷാന്തും ഒരുമിച്ചാണ് ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സ് മൊത്തം പോകുന്നത്. അപ്പൊ അതിലൊക്കെ ഞങ്ങൾ തമ്മിലുള്ള ഇന്ററാക്ഷൻസും കാര്യങ്ങളൊക്കെ ആസ് റിയൽ ആസ് പോസിബിൾ ആക്കാൻ ഉള്ളൊരു ശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ ത്രില്ലർ ആയതുകൊണ്ട് തന്നെ ഇപ്പം ക്രൈം സ്റ്റോറികൾ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ക്രൈം നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയെങ്കിലും ട്രൂ ഇവന്റ്സിനെ ബേസ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടോ? ട്രൂ ഇവന്റ്സിനെ ബേസ് ചെയ്തിട്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് സോഷ്യൽ ഇഷ്യൂസിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സിനിമ കൂടിയായിരിക്കും ധീരം എന്ന സിനിമ. നമ്മൾ ചിലപ്പോൾ ഈ സിനിമ കാണുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇങ്ങനൊരു ഇൻസിഡന്റിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. എന്നാൽ ആ ഇൻസിഡന്റ് കഥയല്ല, പക്ഷെ അങ്ങനെയുള്ള കുറച്ച് സോഷ്യൽ ഇഷ്യൂസ്, പ്രത്യേകിച്ച് ഇന്നത്തെ യുവതിയുവാക്കളുടെ ഇടയിൽ നമ്മൾ പലപ്പോഴും ഓൺലൈനിലും ന്യൂസിലും ഒക്കെ കാണുന്ന ഒരുപാട് കാര്യങ്ങളെ റെഫർ ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ്. അത് കാരണം ബാധിക്കപ്പെടുന്ന ആൾക്കാർ മാത്രമല്ല, ഇൻഡയറക്ട്ലി ബാധിക്കപ്പെടുന്ന ഇപ്പം ഒരു ആൾക്കൊരു സംഭവം നടക്കുമ്പോൾ അവർ മാത്രമല്ലല്ലോ, അവരുടെ ഫാമിലി, അങ്ങനെ ഒരുപാട് പേരുടെ കഥ പറയുന്ന ഒരു സിനിമ കൂടിയായിരിക്കും ധീരം. സോ അതിന് അങ്ങനെ നോക്കിയാൽ ഒരു സോഷ്യൽ കോസ്റ്റ് കൂടി ഉണ്ട് സിനിമയ്ക്കകത്തെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. സാഗർ, പണിക്ക് ശേഷം ഇപ്പൊ ഇതിലൊരു ചെറിയ ഗ്ലിംസ് ആണ് നമ്മൾ കാണുന്നത് ട്രെയിലർ നോക്കുമ്പോൾ. ഇതിലേക്ക് ഒരു എസ് പറയാൻ പ്രേരിപ്പിച്ചത് എന്താണ് കഥാപാത്രം? പണിയിലൊരു അതിക്രൂരനായിരുന്നല്ലോ, അങ്ങനെ ഷെയ്ഡുള്ള കഥാപാത്രമാണ്? അല്ല, ഷെയ്ഡൊന്നും അങ്ങനെ ഷെയ്ഡുകളൊന്നും ഇല്ല, പണിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇല്ല. എനിക്കിതിൽ ഭയങ്കര ഹുക്കിനും ഇന്ദ്രേട്ടനും കൂടെ വർക്ക് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ അതായിരുന്നു. അപ്പോൾ ഇതിലെ ഡയറക്ടർ ജിതിൻ ഈ പടത്തിൻ്റെ ചെറിയൊരു പോസ്റ്റർ പോലെ ഒരു വീഡിയോ കാണിച്ചിരുന്നു, ഒരു മേക്കിംഗ് വീഡിയോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആയി. ഞാൻ സ്ക്രിപ്റ്റ് ബേസിക്കലി എനിക്കറിയില്ല, പക്ഷെ നമുക്ക് ചില സിനിമകൾ ഇങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടായി, പടം ചെയ്താൽ കൊള്ളായിരിക്കാം. പിന്നെ ഇന്ദ്രേട്ടനോട് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ആഗ്രഹം നടന്നു. അത് എൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ അതാണ്. ഞാൻ രാജേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇന്ദ്രേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, മല്ലികാമ്മയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫാമിലി മൊത്തം ഞാൻ കവർ ചെയ്തേക്കണം. 3 പേരുടെ കുറച്ച് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള രീതിക്കാണ്, ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് എല്ലാ ഇവരെത്ര പേര് കാണുന്നു, ഇന്ദ്രേട്ടൻ എത്ര ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ഷമയും പേഷ്യൻ നമ്മളൊക്കെ തെറ്റിക്കുമ്പോഴാണ് കറക്റ്റ് അത് നമ്മുടെ പെർഫോമൻസ് നന്നാവണം ഇന്ദ്രേട്ടൻ പേഴ്സണലി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ നന്നാവും, ഇങ്ങനെ പറയുന്നത് കുറച്ചുകൂടി ബെറ്റർ ആവും, ഈ മോഡുലേഷനിൽ പറഞ്ഞൊക്കെ അത് ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ കൂടുതലുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര സപ്പോർട്ട് ചെയ്യും, അടിപൊളിയാണ്. അല്ല, അതെപ്പോഴും അങ്ങനെയാണല്ലോ. നമ്മളൊരു സീനിൽ ഇപ്പൊ നമ്മൾ 3 പേരും അഭിനയിക്കുന്ന ഒരു സീനാണെങ്കിൽ ഞാൻ മാത്രം ഗംഭീരമായിട്ട് അഭിനയിച്ചുകൊണ്ട് കാര്യമില്ല. ഞങ്ങൾ 3 പേരും തമ്മിലുള്ള ഒരു ടോക്കി പോർഷൻ ഉള്ളപ്പോൾ അത് ആ ഒരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഇങ്ങോട്ടുള്ളൊരു ഗിവൻ ടേക്ക് കറക്റ്റ് ആകുമ്പോഴേ അതിലൊരു റിയാലിറ്റി അല്ലെങ്കിൽ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. അത് നമ്മൾ എല്ലാ സീനിലും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ മാത്രമല്ല, ഒരുപാട് പുതിയ ആൾക്കാരുണ്ട് കേട്ടോ ഈ സിനിമയിൽ. നമ്മൾ ഓഡിഷൻ ചെയ്തെടുത്തിട്ടുള്ള ഈ യുവാക്കൾ എന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അതിനകത്ത് ആ ഒരു സെക്ഷനിൽ വരുന്ന ഒരുപാട് പേര് പുതിയ ആക്ടേഴ്സ് ആണ്. അപ്പൊ അവരെയൊക്കെ ഓഡിഷൻ ചെയ്തിട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആക്ടേഴ്സിന്റെ കൂടെയും ഉള്ള കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ മാറി നിന്നിട്ട് അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോയിരുന്നിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ പിന്നെ വരാമെന്നുണ്ട് കാര്യമില്ല. നമ്മൾ അവിടെ പോയി തന്നെ അവർ ടെൻഷനിലാണ്, അവർ കുറച്ച് സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സിനോട് അഭിനയിക്കുന്നതിന്റെ ഒരു ഇതൊക്കെ അവർക്ക് ഒരു ഇന്റിമിഡേറ്റഡ് ആയിരിക്കും കുറച്ച്. അപ്പൊ നമ്മളവിടെ പോയി അവരുടെ കൂടെ നിന്ന് 2-3 റിഹേഴ്സലൊക്കെ ചെയ്ത് അവരെ കംഫർട്ട് ചെയ്ത് അങ്ങനെ തന്നെയാണ് ഓരോ സീനും അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അതിപ്പം ഈ സിനിമയെന്നല്ല, എല്ലാ സിനിമയിലും ആ ഒരു പ്രോസസ്സിലൂടെയാണ് ഞാനൊരു സീനെ അപ്രോച്ച് ചെയ്യുന്നത്. എന്റെ കൂടെയുള്ളവരും എന്നെ പോലെ തന്നെ നന്നായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഞാൻ പിന്നെ നമ്മൾ ടേക്കിലോട്ട് പോകുന്നത്. പൊതുവെ ഇപ്പം ചില സീനിയർ, ഇപ്പം മമ്മൂട്ടി അടക്കമൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ചെന്നൊരു 1-2 ദിവസം കഴിയണം ആ കഥാപാത്രത്തിൽ കയറാൻ. അങ്ങനെ അത് തന്നെയാണ് ഒരു പ്രോസസ്സ്. അതെ, അത് മിക്ക സിനിമകളിലും അങ്ങനെയാണ്. നമ്മളൊരു 1-2 ദിവസം കഴിയുമ്പോഴാണ് കറക്റ്റ് ആ ഒരു ട്രാക്കിലോട്ട് വീഴുന്നത്. അപ്പൊ നമ്മൾ മനസ്സിൽ നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും നമ്മൾ അവിടെ ചെന്നൊരു ഫസ്റ്റ് ഡേ നമ്മൾ അഭിനയിക്കുന്നു. അപ്പൊ നമ്മൾ അതിലേക്കും വേണമെങ്കിൽ നമുക്ക് ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു സാധനം കൂടെ നമുക്ക് ഒന്ന് കൊണ്ടുവരാം ക്യാരക്ടറിൽ നമ്മൾ ചിന്തിക്കും. സെക്കൻഡ് ഡേ ചെയ്യുന്നു, ഒരു തേർഡ് ഡേ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് നമുക്ക് ഇനി എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളതിന്റെ ഒരു കറക്റ്റ് ഗൈഡ് ലൈൻ കിട്ടും. അതങ്ങനെ തന്നെയാണ്. ഇപ്പൊ ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് പോലീസ് വേഷങ്ങൾ ചെയ്തു, പക്ഷെ ഒന്ന് കഥ അതിന്റെ പുതുമയാണ്, അത് എക്സൈറ്റിംഗ് ഫാക്ടറാണ്. അതിനപ്പുറം ആ പെർഫോമൻസിലേക്ക് വരുമ്പോഴേ മുമ്പ് ചെയ്തതിന്റെ ഛായ ഉണ്ടാവാതിരിക്കുക, അങ്ങനെയൊക്കെ ഒരു തോട്ട് ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് ഇങ്ങനെ കുറെ ചെയ്തിട്ടുള്ളതുകൊണ്ട് അങ്ങനെ ഒരു മുന്നൊരുക്കം ഈ കഥാപാത്രത്തിന് വേണ്ടി എങ്ങനെയാണ്? അതിപ്പോ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇനി എന്തൊക്കെ ചെയ്താലും പോലീസ് വേഷം ഇട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സിമിലാരിറ്റി നമുക്ക് എന്തായാലും ഫീൽ ചെയ്യും. അതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, അതൊരു സബ്ജക്ട് അല്ലെങ്കിൽ കഥാമുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ബാക്കിയുള്ള കഥാപാത്രങ്ങൾ, ഇവരൊക്കെയാണ് ആ ഒരു സിനിമയെ വ്യത്യസ്തമാക്കുന്നത് അല്ലെങ്കിൽ ഒരു സീനെ ഡിഫറെന്റ് ആക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇതിനകത്ത് ഭയങ്കര ഒരു പുതുമ കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ സ്റ്റിക്കിംഗ് ടു ദ സ്ക്രിപ്റ്റ്, സ്റ്റിക്കിംഗ് ടു ഈച്ച് സീൻ, അത് എത്രയും ഒറിജിനലായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. സോ ഈ കഥ പക്ഷെ ഡെഫിനറ്റ്ലി ഇതിന് മുമ്പ്
അധികം സഞ്ചരിച്ചിട്ടില്ലാത്ത മേഖലകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു കഥയാണ് ഇതിന്റെ. അപ്പൊ ആ രീതിയിൽ ഈ ഒരു പോലീസ് ഓഫീസർ കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. ഇയാൾ ഭയങ്കര സ്മാർട്ടാണ്, കുറച്ച് സ്റ്റൈലിഷ് ആണ്, എല്ലാം ഉണ്ട്. പക്ഷെ ഒന്നും അങ്ങനെ ഓവർ ദ ടോപ്പ് അല്ല. നമ്മളങ്ങനെ ഒന്നും മുഴച്ചു നിൽക്കുന്ന പോലെ അനിമേറ്റഡ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. എല്ലാം ആ ഒരു സബ്ജക്റ്റുമായി ഇഴുകി ചേർന്ന് പോകുന്ന പോലത്തെ അങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടർ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു പുതിയ ഡയറക്ടർ സിനിമ കൂടിയാണ്. അപ്പം പൊതുവെ ദിവ്യ ഒരു സ്ക്രിപ്റ്റിന് എസ് പറയുന്നത് എന്തൊക്കെ നോക്കിയിട്ടാണ്? യൂഷ്വലി ദ സ്റ്റോറി, പിന്നെ എൻ്റെ ക്യാരക്ടർ ആ സിനിമയിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ വിൽ ഇറ്റ് എഫക്ട് ദ മൂവി, വാട്ട് ഈസ് മൈ പ്രോമിനൻസ് ഇൻ ദ മൂവി, മെയിനായിട്ട് അതായിരിക്കും ഞാൻ നോക്കുക. ഈവൻ ഇഫ് ഐ എം നോട്ട് പ്ലേയിങ് ദ ലീഡ് ഓർ വാട്ട് ഈസ് മൈ എൻ്റെ കോൺട്രിബ്യൂഷൻ എന്തായിരിക്കും ആ സിനിമയിൽ. യൂഷ്വലി അത് ആ പോയിൻറ്റ്സ് ഒക്കെയാണ് ഞാൻ ഒരു കഥ തീരുമാനിക്കുക. പിന്നെ ദെൻ ഒബ്വിയസ്ലി ദ ടീം, the technical side, but I've worked with a lot of new ഞാൻ കുറേ ന്യൂ ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഇഫ് ഐ ലൈക്ക് ദ സ്റ്റോറി I will just do it. So അപ്പോൾ so basically ഈ ധീരം എന്ന് പറഞ്ഞ ഇതിൽ ജിതിൻ ദ വേ ഈവൻ വർക്കിംഗ് വിത്ത് ഹിം ഒരു വേറെ സ്റ്റൈലായിരുന്നു. ഞാൻ ഇതുവരെ ആ ഒരു സെറ്റ് ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഐ ഹാവ് നോട്ട് ഹാഡ്, ബിക്കോസ് ഈസ് വെരി ഭയങ്കര ഇൻ ടു ദ മൂവി അറ്റ് ദ സെയിം ടൈം ഹീസ് വെരി റിലാക്സ്ഡ് ഓൾസോ. ഐ ഡോണ്ട് നോ ഹൗ യു ക്യാൻ ബാലൻസ് ബോത്ത്. ഭയങ്കര ടെൻഷൻ ആയിരിക്കും തലയിൽ കൂടെ ഓടുന്നത്, ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഹിൽ സ്റ്റിൽ ഹാവ് എ സ്മൈൽ, ഹിൽ സ്റ്റിൽ ജോക്ക്, തമാശയൊക്കെ പറഞ്ഞ് എല്ലാവരെയും ഒന്ന് കാമാക്കി ആ ഒരു ഇതിൽ ഫുൾ ഷൂട്ട് ഫുൾ മൊത്തം പോയ. സോ ഇറ്റ് വാസ് നൈസ് വർക്കിംഗ് വിത്ത് ഹിം. ആൻഡ് അദ്ദേഹത്തിൻ്റെ ലൈക്ക് യുനോ ഹി ഹാഡ് എ വിഷൻ, ലൈക്ക് എങ്ങനെ എൻ്റെ സിനിമ ഇങ്ങനെ വരണം. ഈ ചില സ്ഥലത്തൊക്കെ വാശി പിടിക്കുന്നുണ്ടായിരുന്നു, ബട്ട് അറ്റ് ദ സെയിം ടൈം ലൈക്ക് യുനോ വി ഓൾസോ ഹാഡ് ലൈക്ക് ഇങ്ങനെ ചെയ്താൽ ലൈക്ക് ഇറ്റ്സ് എസ്പെഷ്യലി ലൈക്ക് യുനോ ഇന്ദ്രേട്ടൻ ഓൾസോ വാസ് ലൈക്ക് പോലീസിൻ്റെ ചില രീതിയിൽ അത് ക്ലീഷയായി പോകുമ്പോൾ ലെറ്റ്സ് മൂവ്, അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടാവാറുണ്ടായിരുന്നു. ആൻഡ് ദെൻ sometimes he would take it, sometimes he would still push it. So it was interesting to work with him, very very interesting to work with him. മലയാളത്തിൽ ഇതല്ലാണ്ട് ഇനി റിലീസുകളുണ്ടോ ഓർ ബാക്കി? I just finished ഒരു ഫിലിം ഭീഷ്മർ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ കഴിഞ്ഞു. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സർ ആയിരുന്നു അത് പ്രൊഡ്യൂസർ, ആൻഡ് ധ്യാൻ ഉണ്ട് അതിൽ, ആൻഡ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കുറേ ആർട്ടിസ്റ്റ് ഉള്ള ഒരു ഫിലിമാണ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് ഒരു സീരിയസ് കോമഡി. അത് പിന്നെ നമുക്ക് വിൽ ടോക്ക് അബൌട്ട് ഇറ്റ് ലേറ്റർ. ഞാൻ പിന്നെ പറഞ്ഞോളൂ. തെലുങ്കില് ഉണ്ട് അല്ലേ, ഇറങ്ങാനുണ്ട്? അതെ അതെ, ഹണി എന്ന് പറഞ്ഞൊരു സിനിമ. ഇറ്റ്സ് ഓഫ് ബീറ്റ്, ഇറ്റ്സ് വെരി ഇൻറ്റൻസ് ഫിലിം ദാറ്റ് ഐ ഹവ് ഡൺ വിത്ത് നവീൻ ചന്ദ്രയാണ് അതിനകത്ത് ലീഡ് ചെയ്യുന്നത്. ഇറ്റ്സ് അബൌട്ട് ബ്ലാക്ക് മാജിക്. ഞാൻ അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ചെയ്തിട്ടില്ല, ബട്ട് വെരി ഭയങ്കര റിയലിസ്റ്റിക്, ഭയങ്കര ഗോറി ഒരു സിനിമ. സോ അതിന് ഐ ആം വെയിറ്റിംഗ് ഫോർ ദ റിലീസ്. ഓക്കെ. ആൻഡ് സാഗറിലേക്ക് വന്ന കുറേ സിനിമകൾ ഇറങ്ങാനുണ്ട്, 3-4 പടങ്ങൾ വരാനുണ്ടല്ലോ, ഏതൊക്കെയാ? പ്രകമ്പനം എന്ന് പറഞ്ഞൊരു പടം, ഡർബി, പിന്നെ അനന്തങ്കാട് എന്ന് പറഞ്ഞൊരു മൂവി, ഇതാണ് ഇറങ്ങാനുള്ള പടങ്ങൾ. ഷൂട്ട് നടക്കാനുണ്ട്. ഓക്കെ. പണിക്ക് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടുകയും ഒരുപാട് പേര് സംസാരിക്കുകയും ചെയ്ത ഒരു റോളാണ്. അതിന് ശേഷം ഉണ്ടായ ഒരു മാറ്റം എന്താ? ഒരു ആക്ടർ എന്ന രീതിയിൽ ഒരു എക്സ്പ്ലോറേഷൻ ശേഷം ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റും കുറെ നാളിന് ശേഷം അല്ല നമുക്കൊരു ഇതൊക്കെ എല്ലാം സംഭവിക്കുന്നതാണ്. ഒരു നിമിത്തം ഭാഗ്യം എല്ലാം കൂടി ഒത്ത് വരുമ്പോഴാണ് അങ്ങനെയൊക്കെ ഒരു മാജിക് സംഭവിക്കുന്നത്. ഒരു മാജിക് എനിക്കത് സംഭവിച്ചു. എൻ്റെ ടൈം ഇനി തുടങ്ങാന്ന് വിചാരിക്കുന്നു. പണി കഴിഞ്ഞപ്പോൾ കുറച്ച് നല്ല സിനിമകൾ വരുന്നുണ്ട്, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നൊരു വിശ്വാസമൊക്കെ വന്നത് ഇപ്പോഴാണ്. അതിനുശേഷം തെരഞ്ഞെടുപ്പുകളിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടോ? മീൻസ് അങ്ങനത്തെ ഒരു കഥാപാത്രം അല്ലെങ്കിൽ അത്രയും ഇന്റൻസ് ആയ കഥാപാത്രങ്ങൾ നോക്കുക, അങ്ങനെയുണ്ടോ? ഇല്ല, എന്നാലും നോക്കുക. നമുക്ക് വരുന്ന സ്ക്രിപ്റ്റിൽ മാക്സിമം നമുക്ക് പെർഫോമൻസ് ചെയ്യണം. നല്ല സ്ക്രിപ്റ്റുകൾ നമ്മൾ തിരഞ്ഞെടുക്കും, അത്രേ ഉള്ളൂ. ഒരു ഡയറക്ടോറിയൽ സിനിമ വരും, ഡയറക്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ കുറച്ച് നാളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും അപ്ഡേറ്റ്? ഇത് ഞാനായിട്ട് എവിടെയും അങ്ങനെ ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് ഞാനൊരു പ്രസ് മീറ്റ് വിളിച്ച് പറഞ്ഞിട്ടില്ല. ഇത് പല ഇന്റർവ്യൂസിൽ എന്നോട് ചോദിച്ചുള്ളപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, സംവിധാനം എനിക്ക് താല്പര്യമുള്ളൊരു മേഖലയാണെന്നും അതിലേക്ക് ഡെഫിനറ്റ്ലി ഒരു സമയമാകുമ്പോൾ ഞാൻ വെഞ്ചർ ചെയ്ത് പോകുന്നുള്ളത്. പിന്നെ 2-3 സബ്ജക്റ്റുകളൊക്കെ ഡിസ്കസ് ചെയ്യുകയും ആലോചിക്കുകയൊക്കെ ചെയ്തിരുന്നു ഇടയ്ക്ക്, പക്ഷേ ഇപ്പോഴും അതിന് സമയമായിട്ടില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഇറ്റ്സ് ദേർ ഓൺ ദ കാർഡ്സ്. ഫിലിം മേക്കിംഗ് എനിക്കൊരു നമ്മൾ കൂടെ ലൈക്ക് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം അതിന് എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ ദാസ എന്ന് പറഞ്ഞ പോലെ ആ ഒരു സമയത്തിന്. സോ മാത്രമല്ല അതൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റും കൂടിയാണ്. ഇപ്പൊ നമ്മുടെ പ്രൈമറി പ്രൊഫഷൻ എന്ന് പറയുന്ന അഭിനയമാണല്ലോ. അപ്പൊ നമ്മളത് മാറ്റി നിർത്തി എനിക്ക് മൾട്ടി ടാസ്ക് ചെയ്യാൻ
അങ്ങനെ പറ്റില്ല ജനറലി പണ്ട് തൊട്ടേ. എനിക്ക് ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ അതിൽ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. അപ്പം മേ ബി ഒരു 5 or 6 months ഓഫ് എടുത്ത് ഇരുന്ന് അതിന്റെ പുറകിൽ പോയി എന്റെ ലൊക്കേഷൻസ് ഒക്കെ കണ്ട് അങ്ങനെ ഒരു ഫുൾ പ്രോസസ്സിലൂടെ, പ്രത്യേകിച്ച് ആദ്യത്തെ പടം ചെയ്യുമ്പോൾ ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിലൂടെ കടന്നു പോകണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. സോ അപ്പൊ അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കാൻ പറ്റിയ ഒരു സമയത്തല്ല ഞാനിപ്പോൾ നിൽക്കുന്നത്. കാരണം കുറച്ച് പ്രോജക്ട്സ് ഇനി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പ്രൈമറിലി എന്റെ ഇതെന്ന് പറയുന്നത്, പ്രയോറിറ്റി എന്ന് പറയുന്നത് ആക്ടിങ്ങിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ്. ബട്ട് ഡെഫിനറ്റ്ലി ഇൻ ഡ്യൂ ടൈം എൻ്റെ ഒരു ഡയറക്ടോറിയൽ സിനിമ പ്രതീക്ഷിക്കാം തീർച്ചയായും. ഈ എന്തെങ്കിലും അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? ഇപ്പൊ എനിക്ക് അറിയില്ല, ടു ഏർലി ആണോ, എന്നാലും ഇഷ്ടപ്പെട്ട ഒരു ജോണർ ചെയ്യാൻ എങ്ങനെയായിരിക്കും ഡയറക്ട് ചെയ്യുമ്പോൾ? അങ്ങനെ ഞാനൊരു പ്രത്യേകിച്ചൊരു ജോണർന്ന് അങ്ങനെ ഒരു ഫിക്സേഷൻ എനിക്കില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഇതുവരെ കേട്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് പുതുതായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കഥകളാണ് ആസ് എ ഫിലിം മേക്കർ എനിക്ക് ചെയ്യാൻ താല്പര്യം. അതിനർത്ഥം അങ്ങനെ ഒരു കലാമൂല്യം, അങ്ങനെ ഒരു ആർട്ടിസ്റ്റിക് സിനിമ എന്നുള്ളതല്ല. എനിക്കൊരു നല്ല സിനിമ, ഇറ്റ് ഹാസ് ടു ബി റിയലിസ്റ്റിക് ബട്ട് ഇറ്റ് ഹാസ് ടു ബി ഗുഡ്. അങ്ങനത്തെ സിനിമ ചെയ്യാന്നുള്ളതാണ്. അത് ചിലപ്പോൾ കമേഴ്ഷ്യൽ ആവാം, ചിലപ്പോൾ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചെറിയ സിനിമയാവാം, എന്ത് ടൈപ്പ് സിനിമ ആണെങ്കിലും ആവാം. അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ഫിക്സേഷൻ ഒന്നുമില്ല, ഈ ടൈപ്പ് ജോണറേ പാടുള്ളൂ അങ്ങനെയില്ല. ഈ വേൾഡ് സിനിമകളൊക്കെ ഒരുപാട് കാണുന്ന ഒരാൾ കൂടിയാണല്ലോ. ഒരുപാടൊന്നുമല്ല, കാണാറുണ്ട്. പ്രത്യേകിച്ച് ഫെസ്റ്റിവൽ മൂവി, അത്തരം സിനിമകളോട് പ്രത്യേക താല്പര്യമുണ്ടോ? ഞാൻ കാണാറുണ്ട്. എനിക്ക് ഭയങ്കര സ്ലോ ബേണിംഗ് സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ ഇന്ന ടൈപ്പ് സിനിമകൾ മാത്രമൊന്നുമില്ല. ഞാനിപ്പോ ഓരോ സിനിമയെ കാണുന്നത് നമ്മൾ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് കാണുന്നത്. ഇപ്പൊ ഒരു വലിയ കമേഴ്ഷ്യൽ സിനിമ കാണാൻ പോകുമ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ അതിനെ കാണുന്നത്. ഇപ്പൊ ക്രിട്ടിക്കലി ഭയങ്കര അക്ലൈംഡ് ആയിട്ടുള്ള സിനിമ കാണാൻ പോകുമ്പോൾ നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിലാണ് കാണുന്നത്. എല്ലാത്തിനെയും നമ്മൾ ഒരു ലെവൽ ഗ്രൗണ്ടിൽ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പലതും പല ടൈപ്പ് സിനിമകളാണ്, പല ജോണർ സിനിമകളാണ്, പലതിന്റെയും പോസിബിലിറ്റി ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പൊ അത് അങ്ങനെ കാണാനുള്ള ഒരു ബ്രോഡർ സ്പെക്ട്രം എന്റെ ഇത്രയും നാളത്തെ ഒരു ഫിലിം വ്യൂവിൽ നിന്ന് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ ഐ എൻജോയ് ഓൾ ദീസ് കൈൻഡ്സ് ഓഫ് ഫിലിംസ്. അതിപ്പോ നമ്മള് കമേഴ്ഷ്യൽ മസാല പടങ്ങളാണെങ്കിലും എൻജോയ് ചെയ്തിട്ടുള്ള സിനിമ. ഈ ഒരുപാട് ഇപ്പൊ ഇന്ദ്രജിത്ത് ഒരു ആക്ടറെ ആലോചിക്കുമ്പോൾ ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. പ്രത്യേകിച്ച് തുടക്കകാലത്ത് വന്നതേ അങ്ങനെ ഒരു ഇമ്പാക്ട് തന്നിട്ടാണ്. എപ്പോഴും മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ അതേതായിരിക്കും? അങ്ങനെ ഒരു കഥാപാത്രം എടുത്തു പറയുന്നില്ല, പക്ഷെ അങ്ങനെയുള്ള കുറച്ച് കഥാപാത്രങ്ങൾ ഡെഫിനറ്റ്ലി ഉണ്ട്. തീർച്ചയായിട്ടും ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിലെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ക്യാരക്ടേഴ്സാണ്. ആമേനിലെ വിൻസെന്റ് പട്ടോളി എന്ന് പറഞ്ഞ കഥാപാത്രം, ലിജോയുടെ തന്നെ നായകനിലെ വരദനുണ്ണി എന്ന് പറഞ്ഞ ക്യാരക്ടർ, ക്ലാസ്മേറ്റ്സിലെ പായസ്, ഒരുപാട് നല്ല മെമ്മറീസ് തന്നിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. പിന്നെ ഓഫ്കോഴ്സ് മീശമാധവനാണ് ബിഗിനിങ്. അപ്പൊ അതിലെ ഇപ്പം പാപ്പച്ചി ഇന്നും ആൾക്കാർ ഇപ്പം പാപ്പച്ചി. അതെപ്പോഴും അങ്ങനെയാണ്, നമ്മൾ എത്ര നന്നായിട്ട് ചെയ്താലും ആ ഒരു സിനിമയുടെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. ഹൗ വെൽ ദാറ്റ് ഫിലിം ഇസ് മെയ്ഡ്, അല്ലെങ്കിൽ ഹൗ വെൽ ദാറ്റ് ഫിലിം ഇസ് റിട്ടൺ, ദാറ്റ് മേക്സ് എ ബിഗ് ഡിഫറൻസ്. അപ്പോൾ ഒരു നല്ല സിനിമയുടെ ഭാഗമായി, ഒരു ചെറിയ കഥാപാത്രമാണെങ്കിലും ഒരു വലിയ സിനിമയുടെ, ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചാൽ യു മൈറ്റ് ഗെറ്റ് മോർ നോട്ടഡ് ദൻ ഡൂയിങ് ഒരു നോട്ട് സോ പ്രോമിനന്റ് മൂവിയിൽ ഒരു വലിയ ക്യാരക്ടർ ചെയ്യുന്നതിൽ നല്ലതാണ് നേരത്തെ പറഞ്ഞത്. സോ ആ രീതിയിൽ പല ടൈപ്പ് സിനിമകളിലൂടെ ഈ പറഞ്ഞതുപോലെ സഞ്ചരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ ഒരു അഭിമുഖത്തിൽ പറയായിരുന്നു, ഇപ്പം സാഗറിന്റെ കാര്യം തന്നെ, ഇപ്പൊ ഫസ്റ്റ് ഫിലിമിൽ തന്നെ ഇത്രയും നോട്ടബിൾ ഒരു പ്രേക്ഷകനെ പിടിച്ച് ഷേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് എ ബിഗ് തിങ്. സോ ആസ് എൻ ആക്ടർ, പ്രത്യേകിച്ച് നമ്മുടെ മലയാളി പ്രേക്ഷകരുടെ ഇടയിൽ ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു പേരുണ്ടാക്കി എടുക്കാന്ന് പറയുന്നത് അത്ര ഈസി അല്ല. കാരണം മലയാളി ഓഡിയൻസ് ഭയങ്കര ക്രിട്ടിക്കലാണ്. അപ്പൊ അത് ആദ്യത്തെ സിനിമകളിലൂടെ എൻ്റെ ഇപ്പൊ മീശ മാധവൻ കഴിഞ്ഞു, മിഴിരണ്ടിലും ചെയ്തു, പിന്നെ അങ്ങനെ തന്നെ ബാക്ക് ടു ബാക്ക് കുറെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യാൻ പറ്റി. അത് ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഇപ്പം ധീരമല്ലാതെ കുറെ പ്രോജക്റ്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഏതൊക്കെയാ പറയാൻ പറ്റുന്നത്? ഏതൊക്കെയാണ് റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു ഹിന്ദി പടമുണ്ട്, അത് ഫെബ്രുവരിയിലാണ്. എന്റെ ഫസ്റ്റ് ഹിന്ദി ഫിലിമാണ്. അനുരാഗ് കശ്യപ് ഫിലിമാണ്. അനുരാഗ് കശ്യപ് ഡയറക്ട് ചെയ്യുന്ന പടമാണ്. പടത്തിന്റെ പേര് ബന്ദർ എന്നാണ്. ബോബി ദിയോളും ഞാനും പിന്നെ സാനിയ മൽഹോത്രയും, ഞങ്ങൾ മൂന്നുപേരാണ്. പിന്നെ സഭ, അങ്ങനെ കുറച്ച് ആക്ടേഴ്സ് ഉണ്ട്. സോ അതിപ്പം ടൊറന്റോയിൽ പ്രീമിയർ ചെയ്തു പടം. ഭയങ്കര നല്ല റിവ്യൂസ് ആയിരുന്നു. അപ്പോൾ ഫെബ്രുവരിയിലാണെന്ന് തോന്നുന്നു അവർ റിലീസ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ്, ഭയങ്കര പെർഫോമൻസ് ഡ്രിവൺ റോളാണ്. പിന്നെ അനുരാഗിന്റെ സിനിമകൾ അറിയാലോ, എല്ലാം ഭയങ്കര ഇന്റൻസ്, ഡീപ്, ഡാർക്ക് അങ്ങനത്തെ സബ്ജക്ട്സ് ആണ്. അപ്പൊ ഇതും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു അനുരാഗിന്റെ സിനിമയിലൂടെ അത്രയും ഒരു സ്ട്രോങ് ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് എനിക്കൊരു ലേണിംഗ്, ഒരു ലെസണും കൂടിയായിരുന്നു. ഭയങ്കര ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം ഞങ്ങളൊരു 100-150 പേരുടെ സീക്വൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. അതില് ശരിക്കും ജൂനിയർ ആക്ടേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരില്ലായിരുന്നു. ലൈക്ക് എല്ലാവരും തിയേറ്റർ ആക്ടേഴ്സ് ആയിരുന്നു. കാരണം അനുരാഗിൽ ഒരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ പുള്ളി പലയിടത്തും കോച്ചിങ്ങിനും പല തിയേറ്റർ സ്കൂൾസിലും ഒക്കെ പോയി. അപ്പോൾ ഈ കഥാപാത്രങ്ങളെല്ലാം ചെയ്തത് തിയേറ്റർ ആക്ടേഴ്സ് ആണ്. നമ്മൾ ഗ്രൂപ്പായിട്ട് 150 പേര് ഇരിക്കുന്ന ഒരു സീൻ ഉണ്ടെങ്കിൽ ഈ 150 പേരും ആക്ടേഴ്സ് ആണ്. അപ്പൊ അവരെന്ന് പറഞ്ഞാല് നമ്മൾ സ്പോട്ടിൽ വന്ന് ഇരിക്കുമ്പോൾ തന്നെ അവർ ക്യാരക്ടേഴ്സ് ആണ്. ആക്ഷൻ പറയുമ്പോൾ മാത്രമല്ല, അവരെല്ലാരും എഡ്യൂക്കേറ്റഡ് അങ്ങനെയുള്ള ആൾക്കാരാണ്. പക്ഷെ വന്നിരുന്നു കഴിഞ്ഞാൽ
അങ്ങോട്ട് ഫുൾ അതെനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ചെന്നിരിക്കുമ്പോ തന്നെ സെറ്റ് ആവുന്നേ ഉള്ളൂ, ക്യാമറയൊക്കെ വെക്കുന്നേ ഉള്ളൂ, പക്ഷെ അപ്പൊ തന്നെ ഒരു കഥാപാത്രങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും അത് ഭയങ്കര ഒരു പുതിയൊരു ചിലപ്പോൾ തിയേറ്ററിന്റെ ഒരു പ്രോസസ് ആയിരിക്കും അത്. എനിക്കതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ് ഫിലിം. പിന്നെ ഒറ്റക്കൊമ്പന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് കാലമായി. കഥാപാത്രത്തെ കുറിച്ച് പറയാൻ ഒരു എനിക്ക് തോന്നുന്നില്ല അതിന് മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു കംപ്ലീറ്റ് മാസ് അവതാറിൽ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. എന്റെ ഒരു പ്രോബ്ലി ആദ്യത്തെ ഒരു ഫുൾ ലെങ്ത് ഒരു മാസ് അവതാർ ക്യാരക്ടർ ആയിരിക്കും. ആൻഡ് ഇറ്റ്സ് എ ബിഗ് ഫിലിം. കഴിഞ്ഞ ഡിസംബർ തുടങ്ങിയതാണ്. അപ്പോൾ നമ്മൾ അടുത്ത ഡിസംബർ എത്തി, ഇപ്പോഴും പടം തീർന്നിട്ടില്ല. ഇനിയൊരു ഷെഡ്യൂളും കൂടെ ബാക്കിയുണ്ട്. സോ മെയിൻ പോർഷൻസ് കഴിഞ്ഞ് ഇനിയിപ്പോൾ ക്ലൈമാക്സ് ആണുള്ളത് ബാക്കി. സോ ദാറ്റ് ഇസ് അനദർ ഫിലിം. പിന്നെ അടുത്ത് ചെയ്യാൻ പോകുന്ന പടം ഫ്രൈഡേ ഫിലിം ഹൗസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. കാലന്റെ തങ്കക്കുടം എന്നാണ് സിനിമയുടെ പേര്. ഡിസംബർ 22-ാം തീയതി സിനിമ തുടങ്ങും. അതെ, നൂറാമത്തെ പടമാണ്. 100th പടം. ഈ 3 സിനിമകളാണ് ഇപ്പോൾ നെക്സ്റ്റ് ഇയറിലേക്ക് കുറച്ച് പ്രോജക്ട്സ് സംസാരിക്കുന്നുണ്ട്, കമ്മിറ്റ് ചെയ്തില്ല. ഓക്കെ, അപ്പം ധീരത്തിന് എല്ലാ വിജയാശംസകളും നേരുന്നു. ആൾക്കാർ അത് 2 മിനിറ്റ് സ്വീകരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.